എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ബീഫിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പുറത്തൊക്കെ പോയി കഴിക്കുന്ന അതേ രുചിയിൽ വന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മുട്ട വേണം. നമ്മൾ മുട്ട എപ്പോഴും ഈ ചില്ലി ബീഫിലോ ചിക്കനിലോ ഒക്കെ മാരിനേറ്റ് ചെയ്യാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കനോ ബീഫോ ഒക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതിലേക്ക് നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ചേർക്കുന്നത്. നമ്മളിതിലേക്ക് മൈദ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. പിന്നെ 1 ടീസ്പൂൺ സോയ സോസ്. ഇത് ഡാർക്കായിട്ടുള്ള സോയ സോസാണ്. പിന്നെ നമ്മളിതിലേക്ക് എരിവിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് പൊടി, വൈറ്റ് പെപ്പറോ ബ്ലാക്ക് പെപ്പറോ ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മൾ സോയ സോസിൽ കുറച്ച് ഉപ്പ് കാണും. അപ്പോൾ ആദ്യം കുറച്ചിട്ടിട്ട് വീണ്ടും നോക്കിയിട്ട് ചേർക്കാം. നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ബാറ്റർ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമ്മളിതിൽ ബീഫ് പച്ചക്കാണ് ഇപ്പം മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ 3 വിസിലടിച്ചതിന് ശേഷം ഇതുപോലെ ചെയ്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിത് ഒരു ഇരുമ്പിൻ്റെ തവയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ബീഫ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നിരത്തിയിട്ട് ചെറു തീയിലിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം. കുറച്ചധികം സമയം എടുക്കും ഇത് നന്നായിട്ട് വെന്ത് വരാനായിട്ട്. ബീഫിന് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ എല്ലാ സൈഡും തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് അവിടെ വെന്ത് കഴിഞ്ഞാൽ അത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് മൂക്കണ്ട. ഇതിലേക്ക് ഒരു വലിയ സവാള സ്ക്വയർ കഷ്ണങ്ങളാക്കി മുറിച്ച് എടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. തീ ഹൈ ഫ്ലെയിമിലാണ് എപ്പോഴും വെക്കേണ്ടത്. ഇതിലേക്കൊരു പകുതി ക്യാപ്സിക്കം, പച്ച ക്യാപ്സിക്കമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് 4-5 എണ്ണം ചേർക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് 1 ടീസ്പൂൺ ഡാർക്കായിട്ടുള്ള സോയ സോസാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസാണ്. ഇതിന് പകരം നിങ്ങൾക്ക് ഗ്രീൻ ചില്ലി സോസും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ ഹൈ ഫ്ലെയിമിലാണ് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ ബീഫ് വേവിച്ച ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. പകരം നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താലും മതി, ചൂടുവെള്ളം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇനി നമ്മളിത് കുറച്ചൊരു സോസി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിലേക്ക് 1 കപ്പ് വെള്ളത്തിൽ 2 ടീസ്പൂൺ കോൺഫ്ലവർ മിക്സ് ചെയ്തതാണ്. നല്ലൊരു കൊഴുപ്പുള്ള സോസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 1 കപ്പ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ചെറുതീയിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ വിനാഗിരിയുമാണ് ചേർക്കുന്നത്. ഉപ്പൊക്കെ നോക്കിയിട്ട് ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യുക. സോസുകളിലൊക്കെ നന്നായിട്ട് ഉപ്പ് കാണും. അതുകൊണ്ട് അവസാനമാണ് നമ്മൾ ഉപ്പ് ചേർക്കേണ്ടത്. ഉപ്പൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ കുറുകി വരും. അപ്പോൾ നമ്മുടെ ചില്ലി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഒണിയൻ്റെ പച്ച ഭാഗം കൂടെ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ചൂടോട് കൂടിയിട്ട് വിളമ്പാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ബീഫിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്